ഇപ്പൊ സ്വന്തം ഗർഭപാത്രം അനിയത്തിക്ക് ദാനം കൊടുത്തിരിക്കുക. ഞാനത് ചെയ്തത് നമ്മുടെ ചാരുവിന് വേണ്ടിയല്ലേ അമ്മേ. ആ സമയത്ത് ഞാൻ മിഥുനേട്ടന് ഫോൺ ചെയ്തതായിരുന്നു. പക്ഷേ ബിസി ആയതുകൊണ്ട് മിഥുനേട്ടൻ ഫോൺ എടുത്തില്ല. എല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് പറഞ്ഞ മിഥുനേട്ടന് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചാരുവിന് എന്റെ ഗർഭപാത്രം നൽകാന്ന് തീരുമാനിച്ചത്. തെറ്റ് ചെയ്തല്ലോ മോളെ നീ. ക്ഷമിക്കാനോ തിരുത്താനോ പറ്റാത്ത തെറ്റാ നീ ചെയ്തത്. ഇതിലിപ്പോ എന്താ തെറ്റരുണിമേ? നിനക്കിതെന്താ പറ്റിയേ? നീ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്കിനിയും കുട്ടികളുടെ ആവശ്യമില്ല മോം. ഇപ്പൊ കുട്ടികളെ ആവശ്യമുള്ളത് വിവേകനും ചാരുവിനുമാണ്. മേഘന ചെയ്ത ഒരു നല്ല കാര്യമല്ലേ, അതിന് മോം വെറുതെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഇതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലായെന്ന് വരില്ല മിഥുൻ. മേഘന നിന്നെ ഫോൺ ചെയ്തപ്പോ നീ അറ്റൻഡ് ചെയ്യാതെ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? മഞ്ജരിയുടെ കഴുത്തിൽ താലി കിട്ടുന്ന തിരക്കിലായിരുന്നു കാണും. ഏത് താലി? ഏത് താലിയാണെന്നോ? ഒരു മിനിറ്റ്. പ്രമുഖ വ്യവസായിയായ മിഥുൻ നന്ദന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞു. വർഷങ്ങളായ തന്റെ സുഹൃത്തും ബിസിനസ് പാർട്ട്ണറുമായ മഞ്ജരിയെ ഹോളി പാർട്ടിക്കിടയിൽ വെച്ച് മിഥുൻ നന്ദൻ ഇന്നാണ് വിവാഹം കഴിച്ചത്. മഞ്ജരിയുടെ കഴുത്തിൽ മിസ്റ്റർ മിഥുൻ നന്ദൻ താലി കെട്ടുന്ന എക്സ്ക്ലൂസീവ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി. മിഥുനും മഞ്ജരിയും തമ്മിൽ സീക്രട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള റൂമേഴ്സ് ഒക്കെ ഇന്ന് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. തങ്ങൾക്കിടയിലുള്ള റിലേഷൻ സത്യമാണെന്ന രീതിയിൽ സമ്മതിച്ചുകൊണ്ടാണ് മിഥുൻ മഞ്ജരിയുടെ കഴുത്തിൽ താലി കെട്ടിയത്. അങ്ങനെ ഈ ഹോളി ദിനത്തിൽ അവർ ഒന്നിച്ചിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു ദിവസം പ്രസ് മീറ്റ് വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാന്ന് പറഞ്ഞേക്കും. വിവേക്, നീ ചെല്ലടാ. ആ ശരി വല്യമ്മേ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല മേഘനെ. ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് ഫേക്ക് ന്യൂസാ. എന്താ ഫേക്ക് മിഥുൻ? ഈ കേട്ടതാണോ ഫേക്ക് ന്യൂസ്? അപ്പൊ എന്റെ കഴുത്തിൽ നീ കെട്ടിയ താലിയും ഫേക്ക് ആണെന്നാണോ? ഞാൻ എന്തിനാ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന മഞ്ജരി? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്നോട് മനസ്സിൽ പ്രണയവും സ്നേഹവും ഒന്നും ഇല്ലാത്ത സമയത്ത് എന്തിനാ എന്റെ കഴുത്തിൽ വെറുതെ താലി കെട്ടിയത്? എന്നോട് അങ്ങനെ ഒരു വികാരവും ഇല്ലെന്നല്ലേ മിഥുൻ പറയാറ്. മറ്റൊരു ജീവിതം സെറ്റിലാക്കാന്നും പറഞ്ഞു. മേഘന മാത്രമാണ് വൈഫ് എന്നല്ലേ എന്നോട് പറഞ്ഞേ. നിന്റെ ജീവിതത്തിൽ മേഘനയല്ലാതെ ഞാനോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോ
ഒരിക്കലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞതല്ലേ? ഇതെല്ലാം പറഞ്ഞിട്ട് ആരോ ആർക്കോ വേണ്ടി കൊണ്ടുവന്ന താലി എന്തിനാ എന്റെ കഴുത്തി കെട്ടിയത് മിഥുൻ? ഇവിടെ മേഘനയുടെ ജീവിതവും ഇപ്പൊ എന്റെ ജീവിതവും നീ ഒരുപോലെ നശിപ്പിച്ചിരിക്കുക. ആരാരുടെ ജീവിതം നശിപ്പിച്ചു എന്നോ മഞ്ജരി നീ പറയുന്നേ? ആ സരയുമായിട്ട് ചേർന്ന് നീ നാടകം കളിച്ചതല്ലേ? മിഥുന് മദ്യവും കൊടുത്ത് എന്റെ കണ്ണിൽ പൊടിയും എറിഞ്ഞ് മിഥുന്റെ ബോധം നഷ്ടപ്പെട്ട സമയത്ത് നീ താലി കെട്ടിക്കല്ലേ ചെയ്തേ? അങ്ങനെയല്ല അങ്കിൾ. മിഥുൻ അവിടെ മദ്യപിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അത് തടഞ്ഞത്. എന്നാ മിഥുൻ, നിനക്ക് അതെങ്കിലും ഓർമ്മയുണ്ടോ? നീ എന്താ ഈ ചെയ്യാൻ പോകുന്നത് മിഥുൻ? ഇവന്റിൽ വെച്ച് എന്നെ കുറിച്ചും മിഥുനെ കുറിച്ചും ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ട് മിഥുന് ശരിക്കും ഫ്രസ്ട്രേഷൻ ഉണ്ടായി. ആ ഫ്രസ്ട്രേഷനിൽ അന്ന് കുടിച്ചത് ആ മയക്കത്തിൽ തന്നെയാ എന്റെ കഴുത്തി താലിയും കെട്ടിയത്. വെറുതെ കള്ളം പറയല്ലേ മഞ്ജരി. നീ ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത കാര്യമൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ? ചാരുവിന്റെ പ്രഗ്നൻസിയെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ നീ അറിഞ്ഞു വന്നിട്ട് എന്റെ മോമിനോട് അത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് ഏട്ടത്തിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ നീ വലിയേട്ടനെ അങ്ങനെ പെടുത്തി കളഞ്ഞത്? പണ്ടൊരിക്കൽ ഇതുപോലെ റീയൂണിയൻ എന്ന പേരും പറഞ്ഞ് മിഥുനെ കൊണ്ടുപോയി ഇതുപോലെ നീ മയക്കി കിടത്തി. സംഭവിക്കാത്തതൊക്കെ സംഭവിച്ചു എന്ന് കള്ളവും പറഞ്ഞു. എന്ത് സംഭവിച്ചു എന്നായി പറയുന്നേ? അയ്യോ ചേച്ചി, അപ്പൊ ചേച്ചി ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ചേച്ചി ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മിഥുനും മഞ്ജരിയും ശാരീരികമായി ഒന്നിച്ചോ എന്നതാണ്. ഇപ്പൊ മഞ്ജരി 3 മാസം ഗർഭിണിയുമാണ്. നല്ല കുടുംബത്തിൽ പിറന്നവരാദ്യം കല്യാണം കഴിച്ചിട്ട് എന്നിട്ടല്ലേ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുള്ളൂ. പക്ഷെ ഇവിടെ മിഥുൻ ആദ്യമേ മഞ്ജരിയെ ഗർഭിണിയാക്കിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിരിക്കുക. ഒന്ന് നിർത്തുമോ? സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചെന്ന് മോഹമ്മദിനെ നുണ പറയുന്നേ? ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതിന് നിനക്ക് എന്താ ഉറപ്പ്? നീ അവിടുന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? അല്ല, ഏതെങ്കിലും പെൺകുട്ടികള് ഈ ഒരു കാര്യത്തിൽ കള്ളം പറയുന്നു തോന്നുന്നുണ്ടോ? അതിന് ഇവളൊരു മനുഷ്യ സ്ത്രീ ആണെങ്കിലല്ലേ ഈ കുടുംബത്തിൽ വന്നു കയറിയ കണ്ടകശനിയാ ഇവള്. ഈ നന്ദൻ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാ. മാറ്റി ഒന്ന് നിർത്തുന്നുണ്ടോ? മഞ്ജരി, മിഥുനും നീയും തമ്മിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ചെയ്തു ആന്റി. നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത് സത്യമാണോ? അതെ ആന്റി. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞത് നേരാണോ? കഴിഞ്ഞു ആന്റി. അങ്ങനെയാണെങ്കിൽ നിന്നെയും ഞാൻ എന്റെ മരുമോളായി സ്വീകരിച്ചു. നീ ഇവിടുത്തെ മിഥുന്റെ ഭാര്യ.
നീ ഇതെന്തൊക്കെയാ അരുണിമേ പറയുന്നേ? ഈ മഞ്ജരി നമ്മുടെ മരുമകളാണെന്നോ? മിഥുന്റെ ഭാര്യയാണെന്നോ? അവർക്കിടയിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതല്ലേ? അവര് രണ്ടുപേരും കല്യാണവും കഴിച്ചു കഴിഞ്ഞതാ. മഞ്ജരി ഒരു അമ്മയാവാൻ പോവാണെന്ന് ഓർക്കണം. മഞ്ജരി ഇനി മുതൽ നമ്മുടെ മരുമോളും മിഥുന്റെ ഭാര്യയുമാണ്. ആന്റി, ആരൊക്കെ നിന്നെ അകറ്റി നിർത്തിയാലും ഞാൻ നിന്നെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അരുണിമേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താ പോരെ? ഇങ്ങനെ എടുത്തു ചാടല്ലേ. സംഭവിച്ചെന്തെന്ന് ആദ്യം അന്വേഷിക്കാം. ഇനി ആലോചിക്കാനും അറിയാനും ഒക്കെ എന്താ ബാക്കി വെച്ചിരിക്കുന്നത്? പണ്ടും മിഥുനെ കെട്ടാനിരുന്നത് മഞ്ജരിയായിരുന്നില്ലേ? വിധി അതാവുമ്പോ ദൈവം അവളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തതാ. വിധിയെ വെല്ലാൻ ആർക്കും ആവില്ല. മോം അത് വേണ്ടടാ, ഇനി ഒരക്ഷരം മിണ്ടി പോവരുത്. നിന്റെ അമ്മയാണിപ്പോ നിന്നോട് പറയുന്നത്. ഇനി അങ്ങോട്ട് മഞ്ജരിയാണ് നിന്റെ ഭാര്യ. അപ്പൊ ഈ വീട്ടിൽ ഞാൻ ആരണമേ? നിങ്ങൾക്കും മിഥുനേട്ടനും ഈ വീടിനും ഞാനുമായിട്ട് എന്താ ബന്ധം? അത് നീ നിന്റെ അനുജത്തി ചാരുമതിക്ക് ഗർഭപാത്രം വെച്ച് നീട്ടുന്നതിന് മുൻപ് ആലോചിക്കേണ്ടതായിരുന്നു മേഘനെ. അന്ന് തീരുമാനം എടുത്തപ്പോ ഞങ്ങളെ അറിയിച്ചിരുന്നോ? അതുകൊണ്ട് ഇപ്പൊ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അവസ്ഥയും എനിക്കില്ല മേഘനെ. വല്യമ്മ അപ്പോഴത്തെ ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഈ വീട്ടിൽ ആരും ഒരു അഭിപ്രായവും പറയണ്ട. ഇതുവരെ ചെയ്തു കൂട്ടിയതൊക്കെ തന്നെ മതിയായി. ഇനി അങ്ങോട്ട് എല്ലാം എന്റെ തീരുമാനമായിരിക്കും. ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ആരും പോകരുത്. വാ മഞ്ജരി, ഇപ്പൊ നീ ഒരാളല്ല എന്നുള്ളത് ഓർക്കണം. വാ. മഞ്ജരി, അവസാനം നീ അത് നേടിയെടുത്തു മഞ്ജരി. പലതവണ തോറ്റുപോയെങ്കിലും അവസാനം മേഘനക്കെതിരെ നീ തന്നെ വിജയിച്ചു. നീ മിഥുന്റെ ഭാര്യയായി കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരീഡ് ലൈഫ് മഞ്ജരി. എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. മിഥുൻ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. ചാരുവിന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ആ ചേച്ചിയുടെ അനിയത്തിയുടെയും വൃത്തികെട്ട സെന്റിമെന്റ്സ് കാണേണ്ടി വന്നേനെ. എന്തായാലും ആ പ്രശ്നത്തിനൊരു അവസാനം ഉണ്ടായല്ലോ. മേഘനയുടെ ത്യാഗം കൊണ്ട് ചാരുവിന് അമ്മയാവാൻ കഴിയും. എനിക്കെന്തായാലും അത് മാത്രം മതി. ഇപ്പൊ നീയാണെങ്കിൽ ഈ കുടുംബത്തിലെ മരുമകളായി കഴിഞ്ഞു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് ഇതിനായിരിക്കും. എന്തു പറ്റി മഞ്ജരി? എന്താ എത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? ഹണിമൂണിനും മിഥുനെയും കൂട്ടി എങ്ങോട്ടേക്ക് പോണെന്നാണോ? അതൊന്നുമല്ല ആന്റി. അരുണിമാൻറ്റി എന്നെ മരുമകളായി അംഗീകരിച്ചതിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ അത് അവർ ഇത്ര ഈസി ആയിട്ട് സമ്മതിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ചേച്ചി അത്ര ഈസി ആയിട്ട് ഒരു കാര്യം സമ്മതിക്കാറില്ല മഞ്ജരി. മിഥുൻ കാരണം നീ ഗർഭിണിയായെന്നുള്ള സത്യം അറിഞ്ഞതുകൊണ്ടും കുടുംബത്തിന്റെ അന്തസ്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ സമ്മതിച്ച്. മാത്രമല്ല നിങ്ങളുടെ കല്യാണക്കാര്യം മീഡിയയിലൊക്കെ വന്നതല്ലേ. എന്നാലും ഞാൻ പ്രഗ്നന്റ് എന്ന് പറഞ്ഞത് കള്ളമല്ലേ ആന്റി? ഈ സത്യം അരുണിമാൻറ്റി എങ്ങാനും അറിഞ്ഞാലോ? എന്ത് സംഭവിക്കാനാ? നിന്നെ ഇപ്പൊ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമായിരിക്കും. അത് തന്നെ എന്റെയും പേടി ആന്റി. നീ എന്തിനാ അവരെ പേടിക്കുന്നത്? അരുണിമ ചേച്ചിയോട് നീ പറഞ്ഞ ആ കള്ളത്തെ നീ സത്യമാക്കണം. മിഥുനുമായിട്ട് നീ അടുക്കണം. അപ്പോ നിനക്ക് ശരിക്കും അവന്റെ കുഞ്ഞിന്റെ അമ്മയാവാലോ.
അതത്ര ഈസിയാണെന്ന് തോന്നുന്നില്ല. മിഥുന്റെ മനസ്സിൽ ഞാനില്ലെന്നുള്ള സത്യം എനിക്ക് നന്നായിട്ടറിയാം. അതിലേക്ക് ഇടിച്ചു കയറാൻ എന്തായാലും എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കില്ല. മിഥുൻ ഒരിക്കലും മേഘനയോട് നീതികേട് കാണിക്കില്ല. അങ്ങനെയുള്ളപ്പോ നീ മിഥുനെ കല്യാണം കഴിച്ചിട്ട് എന്താ പ്രയോജനം? ഈ ഡ്രാമയ്ക്കൊന്നും ഒരു ഫലവും ഇല്ലാതെ പോവില്ലേ? ആദ്യം ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാ പതുക്കെ മിഥുന്റെ മനസ്സൊക്കെ മാറ്റാലോ, എന്നിട്ട് എന്നെ സ്നേഹിപ്പിക്കാന്നാ വിചാരിച്ച. പക്ഷെ അരുണിമാൻഡി എന്നെ പ്രഗ്നൻസിയായി ഇപ്പൊ ലീക്കാക്കിയിരിക്കുന്നത്. നീ അത് പറഞ്ഞപ്പോഴാ ആ കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നേ മഞ്ജരി. ശരിക്കും നീ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കോ അരുണിമ ചേച്ചി നിന്നെ മരുമകളായി അംഗീകരിച്ചത്? അതോ മറ്റെന്തെങ്കിലും ഗൂഢാദ്വേഷം അതിലുണ്ടാവോ? അതിനെക്കുറിച്ചും കാര്യമായിട്ടൊന്ന് ആലോചിക്കണം ആന്റി. മിഥുനും ഞാനുമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഞാൻ പ്രഗ്നന്റ് അല്ല എന്നും ജയദേവനെങ്കിലും വിവേകും പറഞ്ഞിട്ടും അരുണിമാൻഡി അതിനൊന്നും ചെവി കൊടുത്തില്ല. ഇപ്പൊ അതിനൊന്നും ചെവി കൊടുത്തില്ലെങ്കിലും കുറച്ചുനാള് കഴിയുമ്പോ മേഘന ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചേച്ചിയോട് പറഞ്ഞാലോ? അതും എനിക്ക് നല്ല പേടിയുണ്ട് ആന്റി. ഇപ്പൊ അരുണിമാൻഡി അങ്ങനെ ഒരു ആവേശത്തിലായിരിക്കും തീരുമാനമെടുത്ത്. 2 ദിവസം കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യാ? ഇത് വല്ലാത്തൊരു ലൂപ്പായി പോയല്ലോ മഞ്ജരി. നിന്റെ കല്യാണം കഴിഞ്ഞതോർത്ത് സന്തോഷിക്കണോ അതോ സംഭവിക്കാൻ പോകുന്നതോർത്ത് പേടിക്കണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ ആലോചിക്ക. അരുണിമ ചേച്ചി തന്ന ഷോക്കിന് നീ തന്നെ എങ്ങനെയാണെങ്കിൽ മേഘനയുടെ അവസ്ഥ എന്തായിരിക്കും? നീ നിന്റെ ഗർഭപാത്രം ഡൊണേറ്റ് ചെയ്തു മേഘനെ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതൊക്കെ ചെയ്തത്? മഞ്ജരിയാണ് ഇനി മുതൽ നമ്മുടെ മരുമോളും മിഥുന്റെ ഭാര്യയും. അപ്പൊ ഈ വീട്ടിൽ ഞാൻ ആരണമേ? അത് നീ നിന്റെ അനുജത്തി ചാരുമതിക്ക് ഗർഭപാത്രം വെച്ച് നീട്ടുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു മേഘനെ. ആരോടും ചോദിക്കാതെയല്ലേ അന്ന് തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഇപ്പൊ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയൊന്നും എനിക്കുമില്ല മേഘനെ. ഹോസ്പിറ്റലിൽ നിന്ന് സർജറി കഴിഞ്ഞ ഉടനെ നീ ഇങ്ങോട്ട് വന്നതല്ലേ? ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? സോറി മേഘനെ, നീ ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഞാനോ നിന്നെ കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാ ചെയ്തു കുട്ടിയെ. ആ ഹോളി ഇവന്റില് ബോഡി ഗാർഡായി എന്തിനാ എന്റെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞില്ലേ? എന്റെ അടുത്തൊന്ന് മാറി നിൽക്കാനും പറഞ്ഞു. പക്ഷേ അത് കാരണം ഇപ്പൊ ഒരു വലിയ തെറ്റാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാനിങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചില്ല. മിഥുനേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെന്നോടുള്ള നിന്റെ വിശ്വാസമല്ലേ? പക്ഷെങ്കിൽ വിശ്വാസം വേറെ, സത്യം വേറെ. മിഥുനേട്ടന്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നതൊക്കെ സത്യമാണ്. മിഥുനേട്ടൻ അന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പോഴും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മേഘനെ. എന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? എപ്പോഴും സ്വയം ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുക. ഞാൻ കാരണം എല്ലാരും വിഷമിക്കുകയും ചെയ്യാ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ നന്മ തന്നെയായിരിക്കും ചില സമയത്ത് നമുക്ക് ശത്രുവായി മാറുന്നത്. അത് നമ്മുടെ വീക്ക്നെസ് ആയി മാറും. നമ്മുടെ നന്മയെ മുഴുവൻ അവരവരുടെ കാര്യത്തിന് ഉപയോഗിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അവരാണ് നമ്മുടെ ജീവിതം വെച്ച് കളിക്കുന്നത്. സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മേഘനെ. എനിക്ക് മഞ്ജരിയോട് അങ്ങനെ യാതൊരുവിധ ഫീലിങ്സും ഇല്ല. നിന്റെയും നമ്മുടെ കുട്ടികളുടെയും തലയെ തൊട്ട് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല മിഥുനേട്ടാ. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മിഥുനേട്ടൻ പറഞ്ഞ പോലും ഞാനത് വിശ്വസിക്കില്ല. എന്നെ മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും നീ എന്നെ വിശ്വസിക്കുന്ന എനിക്കറിയാം.
പക്ഷേ ഇന്ന് മോം എന്തിനാ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ മോമിനോടൊന്ന് സംസാരിക്കട്ടെ. എന്നാലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവൂ. പരിഹാരം ചെയ്യേണ്ടത് മിഥുനേട്ടനല്ല, ഞാൻ തന്നെയാണ്. അമ്മയോട് സംസാരിക്കേണ്ടത് ഞാനാണ്. നീ ധൈര്യമായിട്ടിരിക്കും മേഘനെ. എന്റെ പേടിയും വിഷമമൊക്കെ നിന്നെക്കുറിച്ച് ഓർത്തിട്ടാ. ചാരുവിന് വേണ്ടി നീ ചെയ്തു കൊടുത്തൊരു വലിയ കാര്യമാ. നിന്റെ ഭർത്താവെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുക.